ഓപ്പറേഷൻ സിന്ദൂരിന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച സേനാ ഉദ്യോഗസ്ഥരെ സ്വാതന്ത്ര്യദിനത്തിൽ ഉന്നത ധീരതാ മെഡലുകൾ നൽകി ആദരിക്കുമെന്ന് വിവരം. 7 ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ ശൗര്യ മെഡലുകൾ നൽകി ആദരിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓപ്പറേഷൻ സിന്ദൂരിന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച കര, നാവിക, വ്യോമസേനകളിലെ ഉദ്യോഗസ്ഥർക്കും ഉന്നത സൈനിക ബഹുമതികൾ നൽകുമെന്നാണ് വിവരം. ഓപ്പറേഷൻ സിന്ദൂരിലെ ധീരതയ്ക്ക് BSF 16 സൈനികർക്ക് ശൗര്യ മെഡലുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രഥമ പ്രതിരോധ നിരയായ അതിർത്തി രക്ഷാ സേനയിൽ രാഷ്ട്രമർപ്പിച്ച വിശ്വാസത്തിന്റെയും ഉറപ്പിന്റെയും സാക്ഷ്യപത്രമാണ് ഈ മെഡലുകൾ എന്ന് BSF Xൽ കുറിച്ചു. രാജ്യത്തെ ഏറ്റവും ഉയർന്ന യുദ്ധകാല വിശിഷ്ട സേവന ബഹുമതിയായ സർവോത്തം യുദ്ധസേവാ മെഡൽ 4 ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥർക്ക് സമ്മാനിക്കും. ഏറ്റവും ഉന്നതമായ വിശിഷ്ട സേവനത്തിന് നൽകുന്ന പരം വിശിഷ്ട സേവാ മെഡലിന് തത്തുല്യമായ യുദ്ധകാല ബഹുമതിയാണിത്. രാജ്യവിഭജനം മൂലമുണ്ടായ വേദന നാം ഒരിക്കലും മറക്കരുതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ന് നമ്മൾ വിഭജന ഭീകരത ഓർമ്മ ദിനം ആചരിച്ചു. വിഭജനത്തിൽ ഭയാനകമായ അക്രമങ്ങൾ അരങ്ങേറിയെന്നും ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ വീടുകൾ വിട്ടുപോകാൻ നിർബന്ധിതരായെന്നും ദ്രൗപദി മുർമു പറഞ്ഞു. ഇന്ത്യ ജനാധിപത്യത്തിന്റെ ജനനിയാണ്. എല്ലാവർക്കും തുല്യനീതിയും അവസരവും ഉറപ്പാക്കണം. ഇന്ത്യ ആത്മവിശ്വാസത്തോടെ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുകയാണ്. വലിയൊരു വിഭാഗത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനായി പിന്നാക്ക സംസ്ഥാനങ്ങളായി നിന്ന പ്രദേശങ്ങൾ പുരോഗതിയുടെ പാതയിലാണ്. രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ആദരമർപ്പിക്കുന്നു. 79 വർഷം കണ്ട് രാജ്യം ഏറെ മുന്നേറി. നമ്മുടെ ഭരണഘടന ജനാധിപത്യം ശക്തിപ്പെടുത്തുന്ന 4 പ്രധാന വശങ്ങളെ വിവരിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയാണവ. നമ്മുടെ ഭരണഘടനയും ജനാധിപത്യവുമാണ് മറ്റെല്ലാത്തിലേക്കാളും വലുത് എന്ന് രാഷ്ട്രപതി പറഞ്ഞു. പ്രകോപനമുണ്ടാക്കിയാൽ പാകിസ്ഥാന് താങ്ങാനാകാത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇന്ത്യ. ആഭ്യന്തര പരാജയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രസ്താവനകൾ നടത്തുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. US സന്ദർശനവേളയിൽ ഇന്ത്യയെ വെല്ലുവിളിച്ച് അസിം മുനീർ നടത്തിയ പ്രസ്താവനകൾക്കാണ് ഇന്ത്യയുടെ മറുപടി. ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന തരത്തിലുള്ള വിദ്വേഷപരമായ പ്രസ്താവനകൾ പാകിസ്ഥാൻ നേതൃത്വത്തിൽ നിന്ന് തുടരെ ഉണ്ടാകുന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ കണ്ടു. സ്വന്തം പരാജയങ്ങൾ മറച്ചുപിടിക്കാനുള്ള പാകിസ്ഥാന്റെ പ്രവർത്തന രീതിയാണിതെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാകിസ്ഥാന് ഭീഷണിയാകുന്ന വിധത്തിലുള്ള ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ലോകത്തിന്റെ പകുതിയോളം ഇല്ലാതാകുമെന്നായിരുന്നു അസിം മുനീറിന്റെ ഭീഷണി. ആണവ യുദ്ധത്തിനുള്ള സാധ്യതയുണ്ടെന്നും അസിം മുനീർ പ്രഖ്യാപിച്ചിരുന്നു. സിന്ധു നദി ജലകരാർ താൽക്കാലികമായി റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാനിലെ 25 കോടിയിലധികം ജനങ്ങളെ അപകടത്തിലാക്കിയേക്കാം. ഇന്ത്യ ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ ഞങ്ങൾ കാത്തിരിക്കും. അത് നിർമ്മിച്ചു കഴിയുമ്പോൾ 10 മിസൈൽ ഉപയോഗിച്ച് ഞങ്ങൾ അത് തകർക്കും. സിന്ധു നദി ഇന്ത്യക്കാരുടെ കുടുംബ സ്വത്തല്ല. ഞങ്ങൾക്ക് മിസൈലുകൾക്ക് കുറവില്ല എന്നായിരുന്നു അസിം മുനീറിന്റെ പരാമർശം. മിസൈൽ ആക്രമണശേഷി കൂട്ടാനായി പുതിയ സൈനിക വിഭാഗം രൂപീകരിക്കാൻ പാകിസ്ഥാൻ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി റോക്കറ്റ് ഫോഴ്സിന്റെ മാതൃകയിൽ മിസൈലുകൾക്കും റോക്കറ്റുകൾക്കുമായുള്ള പ്രത്യേക വിഭാഗമാണ് രൂപീകരിക്കുന്നത്. പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനത്തിന്റെ തലേന്ന് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷരീഫാണ് റോക്കറ്റ് ഫോഴ്സ് രൂപീകരിക്കുന്നതായി പ്രഖ്യാപിച്ചത്. ഇന്ത്യയെ ലക്ഷ്യം വെച്ചാണ് പാകിസ്ഥാന്റെ നീക്കമെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇസ്ലാമാബാദിലെ ഇന്ത്യൻ നയതന്ത്രജ്ഞർക്കെതിരായ പീഡനം പാകിസ്ഥാൻ വർദ്ധിപ്പിച്ചതായി അടുത്തിടെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ഹൈക്കമ്മീഷനിലേക്കും ഇന്ത്യൻ നയതന്ത്രജ്ഞരുടെ വസതികളിലേക്കും പത്രവിതരണം പൂർണ്ണമായും നിർത്തിവെച്ചായിരുന്നു പ്രതികാരം. ഇതിനിടെ ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ നയതന്ത്രജ്ഞർക്കുള്ള പത്രവിതരണം ഇന്ത്യയും നിർത്തിവച്ചു. ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ മേൽ പാകിസ്ഥാൻ അധികാരികൾ ആക്രമണാത്മക നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ നയതന്ത്ര വസതികളിലും ഓഫീസുകളിലും പാക് അധികാരികൾ അനക്രമിതമായി കടന്നുകയറുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇത് നയതന്ത്ര ബന്ധങ്ങൾക്കായുള്ള വിയന്ന കൺവെൻഷന്റെ വ്യക്തമായ ലംഘനമാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ദേശീയതയെ വക്രീകരിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പ്രതിലോമ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തെറ്റായ ഭരണനയങ്ങളെ വിമർശിച്ച് തിരുത്താൻ ശ്രമിക്കുന്നത് രാജ്യദ്രോഹമാണെന്ന മുറവിളി കൂട്ടുകയാണ് ഈ ശക്തികൾ എന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി 78 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്.
സാമൂഹികവും സാമുദായികവുമായ എല്ലാ വേർതിരിവുകളെയും അതിജീവിച്ച ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി ദേശീയ പ്രസ്ഥാനത്തിൽ അണിനിരുന്നതിന്റെ ഫലമാണ് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം. പ്രാദേശികവും ഭാഷാപരവും സാമുദായികവുമായ വൈവിധ്യങ്ങളുടെ കലവറയാണ് ഈ രാജ്യം. ഐതിഹാസികമായ സമര പോരാട്ടങ്ങളിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുത്ത ജനതയാണ് നാം. നമ്മുടെ ജനാധിപത്യ സംസ്കാരം എന്നത് മാനവികതയിലും പരസ്പര സ്നേഹത്തിലും അടിയുറച്ചതാണ്. കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളുള്ള രാജ്യമായി ഇന്ത്യയെ മാറ്റിത്തീർക്കുക എന്നത് രാഷ്ട്ര നിർമ്മാതാക്കൾ നമുക്ക് കൈമാറിയ വലിയ കടമ കൂടിയാണ്. ഇന്നലകൾ നൽകിയ കരുത്തും പാഠങ്ങളും ഉൾക്കൊണ്ട് ഒരു പുതിയ നാളെ നമുക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട്. എല്ലാവരും തുല്യരായി ജീവിക്കുന്ന ഒരു പുതിയ ഇന്ത്യ സൃഷ്ടിക്കാൻ ഈ സ്വാതന്ത്ര്യദിനം നമുക്ക് ഊർജം പകരട്ടെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിനെ ക്ലീൻ ചിറ്റ് കൊടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥരെയും വിജിലൻസിനെയും റിപ്പോർട്ട് അംഗീകരിച്ച സർക്കാരിനെയും മുഖ്യമന്ത്രിയും വിമർശിച്ചാണ് പ്രത്യേക വിജിലൻസ് കോടതി റിപ്പോർട്ട് തള്ളിയത്. വിജിലൻസ് DYSP ഷിബു പാപ്പച്ചന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ADGPക്ക് അനുകൂലമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. മുഖ്യമന്ത്രി വിജിലൻസ് തലവനായിരിക്കാമെങ്കിലും അത് ഭരണകാര്യം മാത്രമാണെന്നും കോടതി നിരീക്ഷിച്ചു. കുറ്റാരോപിതനായ ഓഫീസറെ രക്ഷിക്കാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രമിച്ചിരിക്കുന്നതെന്നും സുപ്രീം കോടതി മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ലെന്നും ജഡ്ജി അനോജ് മനോജ് വിധിയിൽ കുറ്റപ്പെടുത്തി. വിജിലൻസ് മാനുവൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ കാറ്റിൽ പറത്തിയെന്നും കോടതി വിധിയിൽ ചൂണ്ടിക്കാണിച്ചു. മുതിർന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഭാഗം ന്യായീകരിക്കാനുള്ള എല്ലാ അവസരവും നിയമവിരുദ്ധമായി ഒരുക്കിക്കൊടുത്തിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു. വസ്തുവിന്റെ ക്രയവിക്രയങ്ങളിലെ സാമ്പത്തിക ഇടപാടുകൾ സംശയാസ്പദമാണെന്നും നിയമപരമായ ഇടപെടൽ ആവശ്യമാണെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. വിജിലൻസ് അന്വേഷണത്തിൽ ഭരണപരമായ ഇടപെടൽ സാധ്യമാണോ എന്ന ചോദ്യവും കോടതി ഉയർത്തിയിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് അംഗീകരിച്ചുവെന്നും മേൽ തീരുമാനത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്നും അറിയിക്കുന്നുവെന്നുമാണ് വിജിലൻസ് ഡയറക്ടർ അറിയിച്ചത്. എന്നാൽ ഉയർന്ന റാങ്കുള്ള പോലീസ് ഉദ്യോഗസ്ഥനെതിരായ അന്വേഷണത്തിൽ ഭരണഘടനാ പദവിയിലുള്ളവരുടെ റോൾ എന്താണെന്ന ചോദ്യമാണ് ഉയരുന്നതെന്നും കോടതി പറഞ്ഞു. വിജിലൻസ് വകുപ്പ് മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലാണെങ്കിലും അത് ഭരണപരമായ കാര്യങ്ങൾക്ക് മാത്രമാണെന്നും കോടതി വ്യക്തമാക്കി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരായ അന്വേഷണത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് റോളില്ല. ഒരു വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നിയമപ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാവണമെന്നല്ലാതെ രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിന്റെ അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിലാകരുതെന്നും കോടതി പറഞ്ഞു. ഓഫീസറെ കുറ്റവിമുക്തനാക്കുകയും രാഷ്ട്രീയ ഭരണ നേതൃത്വം അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അന്വേഷണ റിപ്പോർട്ട് മറിച്ചായിരുന്നുവെങ്കിൽ അത് അംഗീകരിക്കപ്പെടുമെന്ന് കരുതാനാകുമോ? ഇതേക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല എന്നും കോടതി വ്യക്തമാക്കി. മുതിർന്ന ഉദ്യോഗസ്ഥനെതിരെ ആരോപണമുയർന്നപ്പോൾ കീഴുദ്യോഗസ്ഥനെ അന്വേഷണത്തിന് നിയോഗിച്ച് വിജിലൻസ് വകുപ്പിന്റെ നടപടി ശരിയല്ലെന്ന് കോടതി വ്യക്തമാക്കി. മുതിർന്ന ഉദ്യോഗസ്ഥനോ തുല്യ റാങ്കുള്ള ആളോ അന്വേഷിക്കേണ്ടതായിരുന്നുവെന്നും കോടതി പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥൻ കുറ്റാരോപിതനായ ADGP അജിത് കുമാറിന്റെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരുടെയും മൊഴിയെടുത്ത ശേഷം അതിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ആരോപണങ്ങൾ തെറ്റാണെന്ന നിഗമനത്തിൽ എത്തുകയായിരുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു. പരാതിക്കാരൻ ആരോപണങ്ങൾ തെളിയിക്കുന്ന രേഖകൾ നൽകിയില്ലെന്നാണ് പ്രോസിക്യൂട്ടർ പറഞ്ഞത്. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ അതിന് അവസരം നൽകാതെ എങ്ങനെയാണ് അത്തരത്തിൽ പറയാൻ കഴിയുന്നതെന്നും കോടതി ചോദിച്ചു. കുറ്റാരോപിതന്റെയും അദ്ദേഹത്തിന് അനുകൂലമായി മൊഴി നൽകാൻ തയ്യാറായവരുടെയും മൊഴിയെടുക്കാൻ ആവേശം കാട്ടിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹർജിക്കാരെ കേൾക്കാൻ തയ്യാറായില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഏകപക്ഷീയമായിട്ടാണ് പ്രവർത്തിച്ചതെന്നത് ഇത് വ്യക്തമാക്കുന്നു. നീതിയുക്തമായ അന്വേഷണമാണിതെന്ന് പറയാൻ കഴിയില്ല എന്നും കോടതി പറഞ്ഞു. നടപടിക്രമങ്ങൾ നിയമവിധേയമായി പൂർത്തിയാക്കാത്തതിനാൽ തന്നെ റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്നും കോടതി പറഞ്ഞു. എന്താണോ ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്യാതിരിക്കുകയും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിരിക്കുകയുമാണ്. ഒരാളെ രക്ഷിക്കാൻ വേണ്ടി നിയമത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ നിന്ദിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥനും അത് അംഗീകരിച്ച വിജിലൻസ് ഡയറക്ടറും ഉന്നത ഉദ്യോഗസ്ഥരും സുപ്രീം കോടതി വിധികളും ഭരണഘടനാ തത്വങ്ങളും ലംഘിച്ചിരിക്കുകയാണെന്നും കോടതി കുറ്റപ്പെടുത്തി. കുറ്റാരോപിതന്റെയും കുടുംബത്തിന്റെയും സ്വത്തുവകകൾ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിച്ച സ്വത്തുവകകൾ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. സുപ്രീം കോടതി മാനദണ്ഡങ്ങൾ പാലിക്കാതെ കുറ്റാരോപിതനായ ഓഫീസറെ രക്ഷിക്കാനാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നതെന്നും സത്യം പുറത്തു കൊണ്ടുവരേണ്ടതിനു പകരം ഓഫീസറെ രക്ഷിക്കാനായി അന്വേഷണം വളച്ചൊടിച്ചുവെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. ഈ സാഹചര്യത്തിൽ പ്രഥമദൃഷ്ട്യാ കേസുണ്ടെന്നാണ് കരുതുന്നതെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. ADGP MR അജിത് കുമാറിനും ഭാര്യയ്ക്കും തൃശൂരിലും തിരുവനന്തപുരത്തുമായി 6 ആധാരങ്ങളിലായി 8 കോടിയിലേറെ മൂല്യമുള്ള 80.21 സെന്റ് സ്ഥലമുണ്ടെന്നാണ് കോടതിയിൽ വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. 3.58 ലക്ഷം ശമ്പളമുള്ള ADGP അജിത് കുമാറിന്റെ വീടിന്റെ നിർമ്മാണ ചെലവ് 3.58 കോടി രൂപയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 1.50 കോടി രൂപയാണ് ബാങ്ക് വായ്പ അനുവദിച്ചതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.